ഇവിടെ ഒരു പയ്യൻ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ മുന്നിൽ നിന്ന് ഒരു പുഴുവിനെ എടുത്ത് തിന്നാനായിട്ട് പോവുകയാണ്. എന്നാൽ ആ പുഴു അവൻ്റെ കയ്യിൽ നിന്നും തെറ്റി അവൻ്റെ മൂക്കിനുള്ളിലൂടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് അവൻ്റെ ഗേൾഫ്രണ്ട് വളരെയധികം പേടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതും ഒരു തരത്തിലുള്ള പ്രോട്ടീനാണെന്ന് പറഞ്ഞിട്ട് കൂളായിട്ടിരിക്കുന്നു. രാത്രിയിൽ അവൻ്റെ വീടിനുള്ളിൽ നിന്ന് നിറയെ പുഴുക്കൾ ഇങ്ങനെ ഊർന്നു വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ശരീരത്തിനുള്ളിലേക്ക് അത് കയറുന്നുണ്ട്. അവനോട് ഉറങ്ങിക്കിടക്കുകയാണ്. പിറ്റേ ദിവസം അവനൊരു ബർഗർ കഴിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് അവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവനതെടുത്ത് കളയുന്നുണ്ട്. നേരെ ഒരു കുപ്പത്തൊട്ടിയിലേക്ക് പോയിട്ട് അതിനുള്ളിൽ കിടന്ന ഫുഡൊക്കെ അവയെടുത്ത് രസിച്ച് തിന്നുന്നുണ്ട്. സ്കൂളിൽ വെച്ച് ഒരു പയ്യൻ അവനെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴേക്ക് ഇടുന്നുണ്ട്. എന്നാൽ അവൻ ഒന്നും തന്നെ ആവുന്നില്ല. അവനൊരു വേദന പോലും തോന്നില്ല. അതുകൊണ്ട് അവൻ നേരെ ഒരു കതവിനിടയിലേക്ക് അവൻ്റെ വിരലുകൾ വെച്ച് അടച്ചു നോക്കുന്നുണ്ട്. അപ്പോഴും ആ മുറിവുകളൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്ത് അപകടം സംഭവിച്ചാലും എനിക്ക് ഒന്നും തന്നെ ആകില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് എടുത്തിട്ട് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എടുത്ത് ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും അവന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാൽ അവൻ്റെ ഗേൾഫ്രണ്ട് അവൻ്റെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നു.